നമ്മളുടെ ഫോട്ടോഷോപ്പ് വർക്ക് ചെയ്തിരുന്ന അവസരത്തിൽ ഇതുപോലെ ലെയർ മറ്റുള്ള സംഗതികളെല്ലാം ധാരാളമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. ഈ ഇപ്പോൾ ലെയർ എന്നുള്ളത് പാലറ്റ് സിംഗിൾ പാലറ്റാണ്. മറ്റ് പാലറ്റുകളും ഇതിനോട് കൂടിയിട്ട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ കളർ എന്ന പാലറ്റ് ഇതുമായിട്ട് ചേർത്ത് വയ്ക്കുകയാണ്. ഇപ്പോൾ കളർ എന്ന പാലറ്റ് ഇതുമായിട്ട് ചേർത്തിരിക്കും. ഇപ്പോൾ ലെയർ പാലറ്റ്, കളർ പാലറ്റ്, സ്വാച്ചസ് പാലറ്റ് ഇതിനോട് ചേർക്കും. ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരുമ്പോൾ അടിയിൽ ഒരു നീല കളർ കാണാൻ പറ്റും. ആ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. എന്നാൽ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ മുകളിൽ ഒരു നീല കളർ ലൈൻ കാണാൻ പറ്റും. അങ്ങനെ വിട്ട് കഴിഞ്ഞാണെങ്കിൽ ഒപ്പം ഇരിക്കുകയും ചെയ്യും. ഇങ്ങനെ താഴത്താണെങ്കിൽ നീല കളർ കണ്ടു കഴിഞ്ഞാൽ ഒരു നീല വര തെളിയുന്നത് കാണാം. അത് കണ്ടു കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ അടിയിൽ കണക്റ്റഡ് ആവും. അല്ലെങ്കിൽ മുകളിലാണെങ്കിൽ ഒരേ ലെയറിൽ വിട്ട് കഴിഞ്ഞാൽ കണക്ട്. ഇപ്പോൾ ലെയർ, കളറ്, സ്വാച്ചസ്, ഇതിൻ്റെ ഗുണം ഇതിനെ ഒരു പാലറ്റ് വെൽ എന്നാണ് പറയുക. ഒന്നിൽ കൂടുതൽ പാലറ്റുകൾ ഒന്നിച്ചിരിക്കുന്ന ഒരു ഇതിനെ പാലറ്റ് വെൽ എന്ന് പറയും. ചില പ്രോഗ്രാമുകളിൽ പാലറ്റ് വെൽ മുകളിലായിട്ട് കാണുകയും ചെയ്യാം. നമുക്ക് പഴയ രൂപത്തിലാക്കാനായിട്ട് വിൻഡോസിൽ വർക്ക് സ്പേസിൽ ബേസിക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക, പഴയ രൂപത്തിലായി കിട്ടും. ഇനി ഈ വർക്ക് സ്പേസിൽ തന്നെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട വർക്ക് സ്പേസസ് കാണാൻ പറ്റും. ഓരോന്നായിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായ ഒരു വർക്ക് സ്പേസിന് ക്രിയേറ്റ് ചെയ്ത് വെക്കാനും മറ്റും പിന്നീട് പഠിക്കുന്നുണ്ട്. ഇനി ഈ കാണുന്നതാണ് സ്ക്രോൾ ബാർ. ഇത് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഇത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ. വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, ഈ സ്ക്രോൾ ബാർ രണ്ടും ഇനാക്റ്റീവാണ്. ചിത്രം ഈ നമ്മുടെ വിൻഡോയിനേക്കാൾ വലുതാകുമ്പോഴാണ് ഈ സ്ക്രോൾ ബാർസ് ആക്റ്റീവ് ആവുക. ഇപ്പോൾ ചിത്രം സ്ക്രീനിൽ മൊത്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ചിത്രം കുറച്ച് വലുതാക്കുകയാണ്. ചിത്രം വലുതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ബാർ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ സ്ക്രോൾ ബാർ, ഇവിടുത്തെ സ്ക്രോൾ ബാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്കും മുകളിലേക്കും കൊണ്ടുപോകാൻ പറ്റും. ഇതുപോലെ തന്നെ ഇവിടെ സ്ക്രോൾ ബാർ, ഇത് കുറേശ്ശെയായിട്ട് നീങ്ങാനായിട്ടും ഈ തമ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ടും സാധിക്കും. ചിത്രം വലുതാവും തോറും ഈ തമ്പ് ചെറുതാവും. ചിത്രം വലുതാവും തോറും തമ്പ് ചെറുതായിട്ട് വരും. ഈ തമ്പ് നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്കും മുകളിലേക്കും വയ്ക്കാം. ഇത്തരം സ്ക്രോളിങ്ങിന് നമ്മൾ വളരെയധികം സഹായിക്കുന്ന ഒരു സംഗതിയാണ് നാവിഗേറ്റർ. ഈ നാവിഗേറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു ചുവന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ചുവന്ന ഒരു സംഗതി കാണാം. ഇത് ഉപയോഗിച്ച് നമ്മുടെ ചിത്രത്തിൻ്റെ മറ്റേതെങ്കിലും സൈഡിലേക്ക്, ഇപ്പോൾ എനിക്ക് ഈ പൂവാണ് കാണേണ്ടതെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മുടെ ഈ ചുവന്ന വലുപ്പത്തിലുള്ള സംഗതി ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ആ വിൻഡോയെ ചെറുതാക്കുമ്പോൾ ചിത്രം ചെറുതാവുന്നു. അതുപോലെ തന്നെ വലുതാക്കുമ്പോൾ ആ വിൻഡോ ചെറുതാവുന്നു. ഈ വിൻഡോ നമുക്ക് ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ചിത്രത്തിൻ്റെ ഓരോ ഭാഗവും നമുക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. സ്ക്രോൾ ബാർ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നാവിഗേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കുന്നുണ്ട്. ഇനി മറ്റൊരു നാവിഗേഷനാണ് ഇവിടെ സ്പേസ് ബാർ പിടിച്ചുകൊണ്ട്. സ്പേസ് ബാർ പിടിച്ചാൽ ഈ പോയിൻ്റർ ടൂള്, മൗസ് പോയിൻ്റർ ടൂള് ഒരു ഹാൻഡ് ടൂളായി മാറും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇങ്ങനെ മൗസ് അമർത്തിക്കൊണ്ട് അങ്ങനെ നീക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഭാഗമായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇനി ആൾട്ട് കീ അമർത്തി പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മൗസിൻ്റെ സ്ക്രോൾ വീൽ, ആ നടുവിൽ കാണുന്ന ഒരു ചക്രമാണ് സ്ക്രോൾ വീല്, ആൾട്ട് അമർത്തി പിടിച്ചുകൊണ്ട് സ്ക്രോൾ വീൽ തിരിക്കുമ്പോൾ അത് സൂം ഇന്നും സൂം ഔട്ടായി മാറുന്നതായിട്ട് കാണാം. സൂം ഇന്നും സൂം ഔട്ടും. പിന്നിലേക്ക് പോകുന്നത് സൂം ഔട്ട്, മുന്നിലേക്ക് വരുന്നത് വലുതായി വരുന്നത് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനായിട്ട് ആൾട്ട് കീ അമർത്തി പിടിച്ചുകൊണ്ട് മൗസിലെ സ്ക്രോൾ വീല് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുക. അപ്പോൾ ഇനി
നമ്മുടെ ചിത്രം പുറത്തേക്ക് നിൽക്കുന്ന അവസരത്തിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചുകൊണ്ട് സ്ക്രോൾ വീൽ ചെയ്തു കഴിഞ്ഞാൽ ചിത്രം ഇടത്തേക്കും വലത്തേക്കും മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സൂമിംഗ് അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചിത്രം ഇടത്തേക്കും വലത്തേക്കും സൂം ചെയ്യുന്നത് കാണാം. എന്നാൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ചുകൊണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ചിത്രം മുകളിലേക്കും താഴത്തേക്കും സ്ക്രോൾ ചെയ്യുന്നതായിട്ട് കാണാം. സ്പേസ് ബാർ പിടിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ നീക്കുന്നതിനെയാണ് പാനിങ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ സൂം ചെയ്യാനായിട്ടുള്ള സൂം ബട്ടൺ ഉണ്ട്. ഏതെങ്കിലും ഭാഗം സെലക്ട് ചെയ്ത് സൂം ചെയ്യും. ഇനി സൂം ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രം 100% വരും. ഇപ്പോൾ നമുക്ക് കാണുന്നത് ചിത്രത്തിൻ്റെ ആക്ച്വൽ പിക്സൽസിലാണ്. അതുപോലെ തന്നെ ഹാൻഡ് ടൂളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ഇട്ട് വിൻഡോയിൽ ഫിറ്റ് ചെയ്ത് നിൽക്കും. വിൻഡോ നിറഞ്ഞു നിൽക്കുന്ന നിലയ്ക്ക് കാണാൻ പറ്റും.